എല്ലാവർക്കും സുഖമാണോ? എന്നിട്ട് വിശേഷം? സുഖമാണോ? ശിവസാറിന് നല്ലൊരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ എനിക്കറിയാം. ഉച്ച നേരമാണ്, നല്ല ചൂടുണ്ട്, എല്ലാവർക്കും നല്ല വിശപ്പിന്റെ മണമുണ്ട്, എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. ബിരിയാണിയാണെന്ന് തോന്നുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ആ ആർത്തിയോട് കൂടെ കുറച്ചും കൂടി ആർത്തി കൂട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കുഴപ്പമില്ല, അധികമൊന്നും പോകുന്നില്ല, പെട്ടെന്ന് നിർത്തിയേക്കാം, നോ പ്രോബ്ലം. വേദിയിലും സദസ്സിലായിരിക്കുന്ന വിശിഷ്ട അച്ഛന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഒരു പുലിക്കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഇതുപോലെ ഒന്നും തെറിച്ച ക്ലാസ് ഒന്നല്ല, ഞാൻ വളരെ സൗമ്യമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് തുടങ്ങാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശിവസാറ് തുടങ്ങിയെടുത്തുനിന്ന് വെച്ച് തുടങ്ങാനാണ് എനിക്കിഷ്ടം. ഇതിനു മുമ്പ് എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കേട്ടു എന്ന് എനിക്കറിയാൻ പാടില്ല. മോള് വന്നേ, ഞാൻ എല്ലാവരും വിളിക്കും കേട്ടോ, എന്നെ നോക്കി നോക്കണം. എന്റെ സ്വഭാവത രാവിലത്തെ ഇത് വരെ ഇത്രയും നാളെ ക്ലാസ്സിലിരുന്നല്ലേ. കൊച്ചിന്റെ പേരെന്നാ? അനുകുട്ടിയെ. ഇത്രയും നേരം ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്താ കിട്ടിയേ? ആദ്യം കേട്ടത് പ്രവീൺ സാറിന്റെ ക്ലാസ്സാണ്. പ്രവീൺ സാറിന്റെ ക്ലാസ്സിന് സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കി. പിന്നെ ശിവസാറിന്റെ ക്ലാസ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഉറക്കമൊക്കെ വന്നിരുന്ന ഉറക്കമൊക്കെ മാറി, നല്ല എനർജി കിട്ടി. പിന്നെ ശിവസാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമ്മളെങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പിന്നെ നമ്മൾ കോൺഫിഡൻറ്റോടെ നടക്കണം, സംസാരിക്കണം, പിന്നെ അങ്ങനെ ദർശനങ്ങൾ കിട്ടി. ദർശനം പോയിരുന്നു പോകട്ടെ. ആ റെഡി വന്നേ. റോസ് റോസ് റോസ്. ഈ അപ്പച്ചനെ പിന്നിലിരിക്കുന്ന റോസിന് വന്ന മോനെ. കമാണ് വേമ വേമ, നമുക്ക് സമയമില്ല കേട്ടാ. ഞാൻ അവിടെ നിന്ന് വിളിക്കും കേട്ടോ, നോക്കിയിരുന്നോളൂ, നോക്കാത്തവരെ അടിക്കാം. ഇത്രയും നേരത്തെ ക്ലാസ്സുകൾ എന്ത് കിട്ടി എനിക്ക് എത്ര അറിയാം. രാവിലെ തൊട്ടിവിടെ വന്നിരിക്കുന്നല്ലേ. എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ചെയ്യാനാണ്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ, ഇവർ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷെ ഈ ശരിയായ കാര്യത്തിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അറിയോ, ശിവസാർ അവസാനം പറഞ്ഞു വെച്ച കാര്യമാണ്. അവസാനം പറഞ്ഞു വെച്ച കാര്യം അച്ഛൻ തുടങ്ങിയ, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം. വേറെ ആരെയും സ്നേഹിക്കാൻ പോകരുത്. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ആണോ? ആണോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ താഴ്ത്തൊന്നും കുഴപ്പമുണ്ടോ? ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. എടാ, നിനക്ക് നിന്നെ ഇഷ്ടമാണോ? എന്തുകൊണ്ടാ? കാര്യം ഞാനായതുകൊണ്ടെന്ന് വേറെ ആരെങ്കിലും ഉണ്ടാവോ? പിന്നെ നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? നിന്റെ ഒരു ക്വാളിറ്റി പറഞ്ഞേ. നിനക്ക് തോന്നണല്ലോ നിനക്കൊരു സാധനം ഉണ്ടെന്ന്. ഒന്നും തോന്നല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയുന്ന ചില വാക്കുകള്, ഞാൻ അംഗവാദിക്കാരനാ, ചില വാക്കുകൾ ഇവിടെ തെറിയായിരിക്കാം. ചില തെറിയായിട്ട് പറയുന്നല്ല കേട്ടോ. ചിലപ്പോ സാധാരണ വിളിക്കും. കഴിഞ്ഞ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ക്ലാസ്സിൽ എന്താ ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് മുന്നിലിരിക്കുന്ന ഒരു ചേച്ചി എന്നെ നോക്കിയിട്ട് അവിടുത്തെ നല്ല തെറിയായിരുന്നു. ഒന്നാമത്തെ തെറി ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ അഴുത്താറിൽ ഈ തെറി പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ മുന്നിലിരിക്കണ ചേച്ചി പക്കസ്ത്രീ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് കാണിക്കും. എല്ലാം കഴിയുമ്പോൾ ഈ പുള്ളിക്കാരത്തിന്റെ നെഞ്ചിലെ കുത്ത് കണ്ടിട്ട് ഞാൻ താഴെ എടുത്ത് ചോദിച്ചു, ചേച്ചിക്ക് എന്നാ പറ്റിയത്? എന്നാലും അച്ഛൻ ഈ അഴുത്താറിൽ ഇതുപോലെ തെറി പറയണ്ടല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തെറിയല്ല. നിങ്ങളങ്ങനെ കൂട്ടിയാലും എനിക്ക് നാണമില്ലാത്തതുകൊണ്ട് ഞാൻ കേൾക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എടാ, നിനക്ക് ഇതിന് ഇഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാര്യം നിനക്ക് ഇതിന് ഇഷ്ടപ്പെടാൻ കാരണം പൊളിയാണോ? എന്ന് വെച്ചാ പൊളിയാണെന്ന് വെച്ചാ സൂപ്പറാണെന്ന് അർത്ഥം. ഈ ഗ്രാമ് കൊള്ളാൻ കേട്ടോ. ഇത് എവിടെ വന്നേ?
ഒരു 1.5 മുതലേ നല്ല കേട്ടോ. അവൾ വന്നപ്പോ തൊട്ട് ഭയങ്കര ആക്റ്റീവാണ്. ടിൻഡു കൊള്ളാം കേട്ടോ. ടിൻഡു പിച്ചിട്ട് മരങ്ങി അവനൊന്ന് കൊള്ളാം കേട്ടോ. ഓക്കെ, ടിൻഡുവിന് ഇഷ്ടമാണോ? എന്തുകൊണ്ടാ? ആര് പറഞ്ഞു? ഏതാ പറഞ്ഞത്? ആരാ പറഞ്ഞേ? ടിൻഡുവിന്റെ സ്വഭാവം ഇഷ്ടമെന്ന് ആരാ പറഞ്ഞേ? ടിൻഡുവിന്റെ സ്വഭാവം നല്ലതെന്ന് ആരാ പറഞ്ഞേ? ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ഒരാളെ എഴുതിച്ചേ. ടിറ്റു നിന്നെ ആരും ഇഷ്ടമല്ലടി പൊക്ക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതെന്നറിയോ മക്കളെ, നിങ്ങളുടെ ഈ ജീവിതത്തില്, നിങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആരുമല്ല. നിങ്ങൾ സൂപ്പറാണെന്നും പൊളിയാണെന്നും പറയാൻ ആരുമല്ല. ഇതുപോലെ ചിലപ്പോൾ ഉണ്ടാവും, അതിന് വിട്ടറിയണം. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ഈശോ സുവിശേഷത്തിൽ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായ ഒരു കോട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടിങ്ങാണത്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈശോ പഠിപ്പിച്ച. ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞ അയൽക്കാരനെ പോലെ നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചോ? ഇല്ല. ഈശോ ആദ്യം പറഞ്ഞു വെച്ചത് നിന്നെ പോലെ നീ അയൽക്കാരനെ സ്നേഹിച്ചാൽ മതി. പാതി നിങ്ങൾ ആരെ സ്നേഹിക്കണം? ആരെ സ്നേഹിക്കണം? നമ്മളെ സ്നേഹിക്കണം. നമ്മളല്ല, നിന്നെ കേട്ടോ. നീ നിന്നെ സ്നേഹിച്ചു തുടങ്ങണം, നിന്നെ മനസ്സിലാക്കി തുടങ്ങണം, നിന്നെ ചേർത്ത് പിടിച്ചു തുടങ്ങണം. നീ നിന്നോട് തന്നെ പറയണം, നീ കൊള്ളാമെന്ന്, അമ്മ അതിലെ പൊളിയാണ്. അതുപോലെ നീ നിന്നോട് പറയേണ്ടിയിരിക്കണം. വേറൊരാൾ വന്ന് നിന്നോട് പറയില്ല, വേറൊരാൾ നിന്നോട് വന്ന് പറയില്ല നീ സൂപ്പറാണ്, പറയില്ല. നീ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി, ഒരു നല്ല കാര്യം ചെയ്താൽ 1000 കുറ്റം പറയും ചുറ്റും ആളുണ്ടാവും. പക്ഷെ നല്ലത് പറയുന്ന ഒരാളുണ്ടാവില്ല. ശരിയാണല്ലയോ? അതെ. നിങ്ങൾ ജീവിതം വെച്ചിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ പറയാനേ ആളുണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യണ നല്ലത് പറയാൻ ആളുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതറിയോ? നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിച്ചോണ്ട് പറയണം, ഡാ പോട്ടെ, ശരിയാവും, നീ ഓക്കെയാണ്, വിഷമിക്കണ്ട, അത്രേ ഉള്ളൂ. നിന്റെ ജീവിതത്തോട് നീ ഇടയ്ക്കിടയ്ക്ക് പറയണം, എടാ സാറില്ലേ പോട്ടെ. നിങ്ങൾക്ക് തോന്നണ്ട ഞാൻ എപ്പോഴും ഹാപ്പിയാന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനൊക്കെ അടിക്കും, ഇടയ്ക്കിടയ്ക്ക് സങ്കടമൊക്കെ വരും, ഇടയ്ക്ക് വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനെന്താ ചെയ്യുന്നറിയോ? ഞാൻ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്റെ വീഡിയോ കാണും. അതെന്റെ ഏറ്റവും മോട്ടിവേഷൻ. ഞാൻ സത്യമാണ്, എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ആദ്യം പോയി കാണുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം പേജില. എന്നിട്ട് ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് പറയും, എന്റെ ജീവിതേ എങ്ങനെയാണ് നീ പറഞ്ഞേ, നീ കൊള്ളാടാ, നീ സൂപ്പറാടാ, ആണല്ലേ സൂപ്പറാടാ അത് പറയണ കേട്ടോ. അപ്പൊ നിങ്ങൾ ആരും നിങ്ങളെ സ്നേഹിച്ചോക്കെ. ഇടവേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്റെ വീഡിയോ ഇടുമ്പോ നിങ്ങൾ ഇച്ചിരി പേര് നല്ലത് പറഞ്ഞിട്ട് എല്ലാവരും നല്ലത് പറഞ്ഞത്? നിങ്ങൾ ആ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കണോട്ടാ. കഴിഞ്ഞ ദിവസം ഒരു ചർക്കം എന്റെ ഫോൺ വിളിച്ചിട്ട് പറയാ, തനിക്ക് നല്ല തണ്ടും തടി ഉണ്ടല്ലോടാ, ഇല്ല പഠിക്ക് പോകൂടെയാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. നമ്മുടെ ഇമോജിന് 2-3 സ്തുതി ഉണ്ടല്ലോ, ഇങ്ങനെ കൈ ഒപ്പിട്ടത് ഒരു 5 സ്തുതിയൊക്കെ അയച്ചിട്ട് പറഞ്ഞിങ്ങനെ. നമ്മൾ മിണ്ടാൻ പോയത് എന്തിനാണ്? പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നിട്ട് വിളിച്ചു പറയാ, അച്ഛനെടുത്ത് തേപ്പ് കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾക്കുണ്ട് സംശയം അല്ലേ? അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ട്. പക്ഷെ തേപ്പ് കിട്ടിയതല്ല, തേപ്പ് കിട്ടിയ പലരും എന്റെ അടുത്ത് തന്നെ. അതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഡൽഹിയിൽ വന്നേക്കാ. അവൻ വന്നിട്ട് ഡൽഹിയിൽ വന്ന് ചേർത്തലയിൽ വന്ന് താമസിച്ചിട്ട് എന്നെ കാണാൻ വന്നു. വന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ, അച്ഛാ എനിക്ക് 2 പെൺകുട്ടികളെ ഇഷ്ടമാ. അവൻ എന്നിട്ട് പറഞ്ഞ കാര്യം എനിക്ക് പൊട്ടനെ വെച്ചു. എന്നിട്ട് അവൻ എന്നോട് പറയാ, അച്ഛാ ഇതിൽ ഒരാളെ അച്ഛൻ ചൂസ് ചെയ്ത് തന്നെ വന്ന്. ഞാനെന്താ പോക്കറോ? അവൻ പറയണ കാര്യമുണ്ട്. ഇന്ന് എല്ലാത്തിനും പ്രണയമാണ്. സ്നേഹിച്ച് ലെവലേശം ബുദ്ധിയിലും ബോധമില്ല ഒരെണ്ണത്തിനും. കഴിഞ്ഞ ദിവസം അടുത്ത് ഒത്തി വന്നിട്ട് പറയാ, ഇവരുടെ ഫോർട്ട് കൊച്ചിയിൽ വന്നേക്കാ എന്നെ കാണാൻ. അച്ഛാ ഞാനിപ്പോ ചാവും. എന്റെ പൊന്നുമോളെ നീ എന്ത് അടിച്ചാവണേ? അച്ഛാ ഞാൻ ചാവും. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ ചാവില്ല, കൊച്ചിന് ചത്തോ? നമുക്കിത് പറയാം. ഇപ്പൊ പേടിയ ഫോൺ എടുക്കാൻ. ഞാനിപ്പോ ഇന്ന് ഇവരോട് കാണിച്ചു കൊടുത്തത് എന്റെ വാട്സപ്പിൽ തന്നെ 2800 സംതിങ് മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. എല്ലാവർക്കും സംസാരിക്കണം. 10 മിനിറ്റ് മിണ്ടിയാന്ന് വെച്ചാ 5 മിനിറ്റ് സംസാരിച്ചാന്ന് വെച്ചാ എന്റെ പ്രശ്നം ഒന്ന് കേൾക്കച്ചാ. ഇതിന് നേരെ കിട്ടില്ല, ഓടി തീരണില്ല.
മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് ഒരിക്കലും ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പേടിയാ. നിങ്ങൾ ചിലപ്പോ എന്നോട് അച്ഛാ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ഫോൺ വിളിച്ച് എടുക്കില്ല. കാരണം പേടിയാ. ഒരിക്കലും ഒരു പെൺകുട്ടി രാത്രി ഒരു 9 മണിക്ക് വിളിച്ചു, ഒരു തേപ്പ് ഇട്ടിരിക്കുക. 11:30 മണി വരെ ഞാൻ എന്നോട് പറഞ്ഞു, എടി നീ ചാവലടി ഇത് വിളിച്ചിട്ട് പറയാ, അച്ഛൻ ഞാനിപ്പ ചാവും, കയ്യില് ബ്ലേഡ് പിടിച്ചോണ്ടിരിക്ക, ഞാനിപ്പ ചാവും. ഞാൻ പറഞ്ഞ എന്റെ പൊന്നുമാണ്, നീ ഇപ്പൊ ചാവല, പ്ലീസ് ഡി. അവള് പറയാ, ഇല്ലച്ചോ അവനെന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പോട്ടടി, അവൻ പോണി പോട്ടെ, 8 വർഷമായി അച്ഛാ. ഞാൻ പറഞ്ഞു പോട്ടടി, അവൻ എന്തിനാ ചെല്ല ഇട്ടെ, പോട്ടടി ഇട്ട് കളയടി എന്ന് പറഞ്ഞ് മുതലിന് 11:30 മണി വരെ ഉറക്കണ നേരം വരെ 11:30 മണി വരെ പറഞ്ഞ് ഉറക്കി. പിറ്റേ ദിവസം രാവിലെ ഇത് ആത്മഹത്യക്ക് ശ്രമിച്ച് ബോധം വേണ്ടേ. പിറ്റേ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച് പോലീസ് കേസായി. നിങ്ങൾ ഓർത്തൊക്കെ ഇതിന് അവസാനമായിട്ട് വിളിച്ചതാരാ? 11:30 മണി വരെ വിളിച്ചേക്കാം. എനിക്ക് ഫോൺ വന്നു. ഇതാരാ? ജിനോച്ചനാ. ഏത് ജിനോച്ചൻ? ജിനോച്ചൻ ഈ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണം. ഏത് മോട്ടിവേഷൻ? അച്ഛനെ പെൺകുട്ടീനെ രാത്രി 11:30 വരെ വിളിച്ചേ. എന്റെ പൊന്നു സാറേ, അറിയാണ്ട് വിളിച്ചോയിക്കോ. അവളെന്നെ വിളിച്ചതാ. അച്ഛനെ തൊട്ടി പെൺകുട്ടിയായിട്ട് സല്ലാപം രാത്രി. ഞാൻ പറഞ്ഞ എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല, അത് ചാവോന്ന് പറഞ്ഞ് വിളിച്ചപ്പോ വിളിച്ചതാ. അടുത്തത് പ്രശ്നമേ. അവസാനം സാറ് പറയാ, അച്ഛനെ റെക്കോർഡ് മുഴുവൻ ഞാൻ പരിശോധിക്കും, എന്നിട്ട് അച്ഛനെ വിളിക്കാൻ കേട്ടാ. വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എന്റെ പൊന്നച്ഛ ക്ഷമിക്ക്, അറിയാണ്ട് പറഞ്ഞു പോയി കേട്ടാ. നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പേടിയാ ഫോൺ എടുക്കാൻ, ഭയങ്കര പേടിയാ. പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ ചാവെന്ന് പറഞ്ഞ് വിളിക്കണേ. മനുഷ്യനൊന്നുമില്ല, പകല് കൊണ്ട് തീ പള്ളി പൊത്താനും പോയി തിന്നു. എന്റെ കർത്താവേ, അതിന് എന്തെങ്കിലും പറഞ്ഞു വേണ്ടി തീർന്നു. ശരിയല്ലേ? നിങ്ങൾ ഓർത്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണേ? നിങ്ങൾ ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യ്, നിങ്ങളെ സ്നേഹിക്ക്, നിങ്ങളെ മനസ്സിലാക്കേ. പോട്ടേ, എന്തിനാ നിന്റെ ജീവിതത്തെ നശിപ്പിക്കണേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കം വന്നേക്കാ, എന്റെ പൊന്നച്ച പറ്റൂല, പത്തനംതിട്ടയിൽ കയറി വന്നേക്കാ, അച്ഛനെ കണ്ടേ പറ്റൂ. രാത്രി 11 മണിക്ക് എന്റെ മുറിയിലേക്ക് വന്ന് മുട്ടി. അച്ഛൻ തുറക്കാം, എന്റെ പൊന്നട വേഗം ഉറങ്ങട്ടെ. ഇല്ല, അച്ഛൻ കേൾക്കണം, എന്നിട്ട് പോവും. 11:30 മണിക്ക് നിങ്ങൾ ഓർക്കണം, പത്തനംതിട്ടയിൽ കയറി വന്നേക്കാ, നൈരാശ്യം മൂലം കയറി വന്നേക്കാ. ഞാൻ പറഞ്ഞു, നിനക്ക് പാട്ടുള്ളടാ. അല്ല ചങ്ങാലാവും, എന്നാലും പൊട്ടാണോ? ഇരുന്നിട്ട് കരയാ. 28 വയസ്സായി സാധനത്തിന് എന്റെ മുമ്പിൽ ഇന്ന് മോഹമായത്. എത്ര സമ്മാനം ചെയ്യാൻ കൊടുത്ത്, എന്തോരം നേരം ഫോൺ പിടിച്ച്. അവൾക്കിപ്പോ വേണ്ട. നാളുണ്ടോ ഇച്ചിരി ഉളുപ്പ് നിങ്ങൾക്കതില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇച്ചിരി ഉളുപ്പ്. എന്തിനാണ് നിന്റെ ജീവിതത്തെ മറ്റൊരാളുടെ പേരിൽ നശിപ്പിക്കണേ? എത്രയോ കൊച്ചുങ്ങള്, എത്രയോ പെൺകുട്ടികള്, എത്രയോ ആൺകുട്ടികള്. ഒരു തെളിവ് വേണ്ടതായി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ചർച്ച എനിക്ക് മെസ്സേജ് അയച്ചേക്കാ. ഈ കോവിഡ് കഴിഞ്ഞപ്പിന്നെ ഈ പ്രണയം കൂടെ കേട്ടോ. എന്റെ കർത്താവ് ചെറുക്കനിക്ക് മെസ്സേജ്, അച്ഛനൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാമിൽ അധികം റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാ. അച്ഛനൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ അറിയാണ്ട് അച്ഛൻ ചെയ്ത് പോയി. എന്തെടാ അച്ഛൻ? വല്ലാത്തൊരു സങ്കടം. എന്തെടാ അച്ഛൻ? വല്ലാത്തൊരു സങ്കടം. അച്ഛൻ ആരോട് പറയും? ഞാൻ പറഞ്ഞു, പിന്നെ നിന്റെ സങ്കടം പറയാൻ നോക്കാലേ. ഞാൻ അവൻ പറയാ, ഇല്ല അച്ഛാ. അച്ഛൻ പറയും. ഞാൻ പറഞ്ഞു, എല്ലടാ പോയി പറ. അച്ഛൻ എനിക്ക് ഭയങ്കര നെഞ്ചിൽ നീറ്റില്ല അച്ഛാ. ഇപ്പോഴും കിടക്കണ്ട മെസ്സേജ്. നീ പറയണേ. ഞാൻ ദേഷ്യപ്പെട്ട് പറയും. അവസാനം അച്ഛാ ഞാൻ ചോദിച്ചു, നീ പഠിക്കുന്ന വെച്ചാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വെച്ചാണോ? അല്ല, പഠിക്കുന്ന വെച്ചാ. എന്റെ വിചാരം MBA ഞാൻ പഠിക്കുന്ന വെച്ചയക്കുന്ന. ഈ മോദലിനോട് ചോദിച്ചു, നീ എന്തിനാ പഠിക്കണേ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കറിയാൻ വേണ്ടി 8ാം ക്ലാസ്സിൽ ഞാൻ വിളിച്ചു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുന്നോട്ട് സങ്കടം, ചിലപ്പോ പഠിക്കാൻ പറ്റണില്ല, പരീക്ഷ വരുന്നത്, പഠിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാനായിരിക്കും. ഞാൻ ചോദിച്ചു, എടാ 8ാം ക്ലാസ്സിൽ പഠിക്കണം, എനിക്ക് കുന്നോട്ട് സങ്കടം, പഠിക്കാൻ പറ്റില്ല, അച്ഛൻ പ്രാർത്ഥിച്ചേക്കുമ്പോ പൊക്ക കുഴപ്പമില്ല, അതൊക്കെ റെഡിയാവും. അതല്ല. നമുക്ക് പിന്നെ ഏതാണ്? അവൻ പറയാ, അച്ഛൻ എനിക്ക് പെൺകുട്ടിനെ ഇഷ്ടമല്ല.
ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, പിന്നെ മിണ്ടാൻ പോലത്തെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ പ്രണയം പൂത്തുലഞ്ഞേക്കാം. ഞാൻ മുതലിനോട് പിന്നെ ചോദിക്കാൻ പോയില്ല, ഞാൻ പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഞാൻ മിണ്ടല്ല കേട്ടോ. അപ്പൊ അവൻ ചോദിക്കാം പോയാ, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട്. തിരിച്ചും ചോദിച്ചു, പിന്നീട് കുറച്ചൊന്നും മിണ്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞു കാര്യം പറ. അവൻ പിന്നെയും ചോദിച്ചു, അച്ഛൻ ആരുടെങ്കിലും പറയോ? ഞാൻ പറഞ്ഞു എന്റെ പൊന്നു പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിലെ പ്രണയം പറഞ്ഞിടക്കില്ല എന്റെ പരിപാടി. അപ്പൊ അവൻ എന്നോട് അടുത്ത ചോദ്യം, അച്ഛ അവൾ 6ാം ക്ലാസ്സിലാ പഠിക്കണേ. അടുത്ത ചോദ്യം ഇട്ട് എന്റെ സ്നേഹം തന്നെ എന്നെ ചാങ്കിക്കൊണ്ടേ എന്നെ ചോദ്യം ചോദിച്ചറിയോ, അച്ഛാ അവളെ വളയ്ക്കാൻ എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ? ഞാനിനി അവരെ പ്രാർത്ഥന കൂടി പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ഇടവൈ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഇട്ടേച്ച് പോകുന്നവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടവർ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ പിടിക്കും. നിങ്ങളൊരു ബസ്സിൽ കയറി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ യാത്ര കയറി, എത്ര പേര് കയറണോ, എത്ര പേര് ഇറങ്ങിപ്പോണോ, അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് വിചാരിച്ചാ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ താമസിക്കാൻ പറ്റില്ലാതെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് മറ്റൊരാളുടെ പേരിൽ നശിപ്പിക്കരുത്. നിന്റെ ജീവിതത്തെ നീ സ്നേഹിക്കണം. നീ തന്നെ നിന്നോട് പറയണം, പോട്ടടാ ശരിയാവും, പോണെങ്കിൽ പോട്ടെ. കരഞ്ഞോ? കരയുണ്ടാന്ന് അച്ഛൻ പറയില്ല. കരയുടെ സമയം ഇച്ചിരി കരഞ്ഞോ? കരഞ്ഞിട്ട് കണ്ണീരൊടക്കാൻ നീ എന്നെ വല്ലാം, നീ എന്നെ നിന്റെ കൈ കൊണ്ട് ചെല്ലണം. കണ്ണീരൊടച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ എന്റെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോ, ചില സങ്കടങ്ങളൊക്കെ വരുമ്പോ, എന്നിട്ട് ഞാൻ തന്നെ പറയും, പോട്ടടാ പോട്ടെ ജിനു, വിടു ജിനു, പോട്ടടാ ജിനു. എനിക്ക് ദേഷ്യം വേണ്ടിട്ടാ, നിങ്ങൾക്ക് തോന്നും വട്ടാന്ന്. പക്ഷെ ശിവസാർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നിങ്ങളാ, ഞങ്ങൾ ആരുമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നിങ്ങളാ. നിങ്ങളുടെ ഒരു സാഹചര്യത്തില്, നിങ്ങളുടെ ഒരു വേദനയില്, നിങ്ങളുടെ ഒരു സഹനത്തില്, നിങ്ങളുടെ ഒരു ദുഃഖത്തില് വേറെ ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾക്കേ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യാസ. ആ സാഹചര്യത്തിൽ ജീവിക്കുന്നത് നീയാ. പഠിക്കാൻ പറ്റണ്ടേ? നീ എന്ന് പറയണം പറ്റും 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 പറ്റുന്ന. ഞാനൊക്കെ അച്ഛനാകുന്ന, ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് അച്ഛനാകണമെന്ന് പ്രതീക്ഷിച്ച ഒരാളൊന്നുമല്ല. എങ്ങനെയൊക്കെ കർത്താവ് കുത്തിപ്പോയതാ, ഞാൻ അച്ഛനായി. അതിന്റെ നാട്ടുകാരും മുഴുവൻ വിചാരിച്ചത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതാ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയണം, എന്റെ കയ്യിരിപ്പ് അതുപോലത്തെയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടു തോന്നണല്ലേ, കയ്യിരിപ്പ് അതുപോലത്തെയാ. അപ്പൊ എന്നോട് തന്നെ പറയും, നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ലടാ. എന്റെ അയൽവക്കത്തൊരു ചേച്ചി എപ്പോഴും പറയുന്നു, നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ലടാ, ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ലടാ. ചേച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. ചേച്ചിയുടെ പേര് പറഞ്ഞ പ്രശ്നമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചേച്ചി കാണും. ചേച്ചി ഇപ്പോൾ കൊടുക്കപ്പോ ഫാനുണ്ട്, അതുകൊണ്ട് പറയില്ല. അപ്പൊ ഈ ചേച്ചി എപ്പോഴും പറയുന്നു, എടാ നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നല്ലേ. ഞാൻ എനിക്ക് തിരുപ്പട്ടം കിട്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം അറിയോ? തിരുപ്പട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു സ്വീകരണമുണ്ട്. വീട്ടിലെ സ്വീകരണത്തിന്റെ സമയത്ത് ഞാൻ ചെന്നിക്കുമ്പോ നമുക്ക് എന്റെ ചേട്ടൻ നമുക്ക് പറഞ്ഞു, എടാ കാറിൽ കയറ്. നമ്മുടെ കാറിലൊന്നും കയറില്ല. എന്ത് എനിക്ക് ഞാൻ നടന്ന കണ്ടോളൂ. എന്തിന്? ഈ നാട്ടുകാരത്തെ നിങ്ങൾ പൂരിപ്പിച്ചോ? ഈ നാട്ടുകാരൻ മുഴുവൻ കാണണം. എന്തായിരുന്നു? ഞാൻ അച്ഛനായിരുന്നു. ഞാൻ നോക്കുമ്പോ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തറിയോ, വീട്ടിലേക്ക് ചെല്ലുമ്പോ കാണുന്ന ഒരു കാഴ്ച, അതിന്റെ അയൽവക്കത്തെ ആ ചേച്ചി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്താ കാണിക്കറിയോ? ഞാൻ ലോകം ഇങ്ങനെ കാണിച്ചിട്ട് കിട്ടിട്ടാ. എടാ ലൈഫ് ഇത്രേ ഉള്ളൂ. നിങ്ങളെ കുറ്റം പറയാൻ ഒത്തിരിയേറെ പേര് ചുറ്റും നിൽക്കും. നിങ്ങളെ വേദനിപ്പിക്കാൻ ഒത്തിരിയേറെ പേര് കൂടെ ഉണ്ടാവും. നിങ്ങളിപ്പോ നിങ്ങൾ ചേർത്ത് പിടിച്ചവർ തന്നെ നിങ്ങൾ മനസ്സിലാക്കില്ല. ഒറ്റപ്പെടുത്തും, സങ്കടപ്പെടുത്തും, കുറ്റം പറയും, മാറി നിന്ന് പരിഹസിക്കും. അപ്പോഴൊക്കെ നീ നിന്നോട് പറയണം, പോണത് പോട്ടെ, നിനക്ക് നീണ്ടില്ല, വേറെ ആര് വേണം? നിനക്ക് നീണ്ട്, നിനക്ക് നടക്കാൻ വേണ്ടി കാലുണ്ട്, നിൽക്കാൻ നിനക്ക് പറ്റാവുന്ന ആവതയുണ്ട്, നിനക്ക് ജീവിക്കാൻ ഒരു സാഹചര്യമുണ്ട്. അതും മതിടവേ. ജീവിക്ക്. നീ നിനക്ക് വേണ്ടി ജീവിക്ക്, നിന്നെ സ്നേഹിച്ച് ജീവിക്ക്, നിന്നെ മനസ്സിലാക്കി ജീവിക്ക്, നിന്നെ കൊണ്ടെടുത്ത്. നല്ല കുട്ടപ്പനായിട്ട് ശിവസാറ് പറഞ്ഞില്ലേ, കുട്ടപ്പനായിട്ട് കൊണ്ടെടുക്ക്. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പലരും പറഞ്ഞു, അച്ഛനെ കണ്ടിട്ട് തോന്നുന്നു നല്ല അച്ഛനാന്ന്. കണ്ണിനെ ശാസ്ത്രമായിട്ട് തന്നെ നമ്മളെ ഒറ്റ ലൈഫുള്ളൂ. നീ നിന്നെ സ്നേഹിച്ച് ജീവിച്ചാൽ മതി, നിന്നെ മനസ്സിലാക്കിയാൽ മതി, നീ നിന്നെ കൊണ്ടുനടന്നാൽ മതി, നിന്റെ ലൈഫ് സക്സസ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്നേഹം തരുന്നവരെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാനൊക്കെ ജസ്റ്റ് പാസ്സായി കൂട്ടിലത്തെ മോട്ടിവേഷനാ. നിങ്ങൾ ഓർക്കണം,
ജസ്റ്റ് പാസ്. ഞാനൊക്കെ സെമിനാറിൽ പഠിച്ചിറങ്ങും പാടില്ല. ജസ്റ്റ് പാസ് 100-ല് 85 മാർക്ക് ഞങ്ങൾക്ക് മാക്സിമം തരുള്ളൂ. സെമിനാറില് 25 വയസ്സ് വരെ പഠിച്ചിട്ട് 85 മാർക്ക് ഞങ്ങൾക്ക് മാക്സിമം തരുള്ളൂ. ജയിക്കണമെങ്കിൽ 40 വേണം. ഞാനൊക്കെ 44 വാങ്ങിച്ച് ജയിച്ചവനാ. നിങ്ങൾ നോക്കണം, 40-44 കഷ്ടി മുഷ്ടി പൊന്നച്ച ജയിപ്പിക്ക് ഇനിയും തോപ്പിക്കില്ലേ എന്ന് പറഞ്ഞ് ജയിച്ചവനാ ഞാനൊക്കെ. പക്ഷെ നിങ്ങൾ ഓർക്കണത് അറിയോ? നിങ്ങൾ ഓർക്കണേ 80-85 വാങ്ങിച്ചവരൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോ മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം, അത് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം, എന്റെ ബാച്ച് പോലെ അറിയപ്പെടുന്നത് അറിയോ? ഞങ്ങൾ പഠിച്ച ബാച്ചുകാരെ മുഴുവൻ അറിയപ്പെടുന്നത് ഒരിക്കലും പഠിച്ചവന്റെ പേരിലല്ല. ഇന്ന് എന്റെ ബാച്ച് മുഴുവൻ 35 പേര് അറിയപ്പെടുന്നത് ജിനുവച്ചിന്റെ പേരില്ല. ജിനുവച്ചിന്റെ ബാച്ചാണ്. എവിടെ നിങ്ങളെ തോറ്റെടുത്ത് കരയാൻ നിന്ന കരഞ്ഞു തീരും. നിങ്ങളെ പരിഹസിച്ചെടുത്ത് പരിഹാസത്തിന് വിധേയപ്പെട്ട് ജീവിച്ച അവിടെ തീരും. നീ മനസ്സിലാക്കണം, നീ നിന്നെ മോട്ടിവേറ്റ് ചെയ്യണം. പറ്റൂടാ, നിനക്ക് പറ്റും. മുഴുവൻ നേരം കിടന്ന് ഉറങ്ങിയിട്ട് പറ്റൂടാ മനസ്സിലായി കേട്ടോ. എന്തെങ്കിലും അധ്വാനിച്ചിട്ട് എന്തെങ്കിലും സംഘടനകൾ വരുമ്പോ എട്ടുക. നീ നിന്റെ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങ്. നിന്റെ ജീവിതത്തെ മനസ്സിലാക്കി തുടങ്ങ്. നീ നിന്റെ ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഫലം ഉണ്ടാവും കേട്ടോ. അപ്പൊ ആദ്യം ആരെ നിങ്ങൾ സ്നേഹിക്കണം? എന്നിട്ട് തന്നെയാ ഉത്തരം പറ. നമ്മളെ എന്നെ സ്നേഹിക്കണം. നീ ആദ്യം നിന്നെ സ്നേഹിച്ചു തുടങ്ങണം. നിന്റെ ഭംഗി, ചിലപ്പോ നിനക്ക് തടി ഉണ്ടാവും, കറുപ്പതായിരിക്കാം. എന്താ കുഴപ്പം? എനിക്ക് തടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? എന്ത് സുഖാന്ന് പറയും. എന്റെ അടുത്ത കുട്ടിയിൽ ഒരു ചെറുക്കനുണ്ട്. ഞാൻ അവനെ മേഘരൂപൻ എന്ന് വിളിക്കണം. മേഘരൂപൻ. അവൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. കുർബാന കഴിക്കുന്ന പറയും ഒരു മേഘരൂപൻ തന്നെടാ. എന്ത് സുഖം പറയോ. ഇവരെല്ലാവരും കളിയാക്കും. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടടക്കാം. അവന് ഭയങ്കര ഇഷ്ടമല്ലേ. ഒരു കറുത്തതുണ്ട്. ഞാൻ പറഞ്ഞു, എടാ ഭയ നിന്നെ എന്തൊരു ഭംഗിയാണ്. നിന്റെ ജീവിതത്തിൽ നീ സ്നേഹിച്ച ഒരാൾക്ക് നിന്നെ തോപ്പിക്കാൻ പറ്റില്ല. ശരിയല്ലേ? നീ നിന്റെ ജീവിതത്തോട് പറഞ്ഞു നോക്കേ, കറുത്തതാ കുഴപ്പമില്ലല്ലേ, തടിയുണ്ട കുഴപ്പമില്ലല്ലേ, മുടിയില്ലേ കുഴപ്പമില്ലല്ലേ, എന്തുണ്ട് കുഴപ്പം നിനക്കുള്ളേ? നിന്നെ പോലെ ജീവിക്കാൻ വേറെ ആൾക്ക് പറ്റുമോ? പറ്റുമോ? ഇല്ല. നീ ആദ്യം നിന്നെ സ്നേഹിച്ചോക്കെ. നീ നിന്റെ കാര്യങ്ങൾ പഠിച്ചോക്കെ. നീ നിന്റെ ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹിച്ചോക്കെ. നിനക്ക് പറ്റും. പറ്റിയിട്ട് പിന്മാറാവും. തോറ്റുപോരുത് കേട്ടോ, തോറ്റുപോരുത്. ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവാൻ തോന്നും. വേണ്ട 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 പോണ്ട പോണ്ട തോന്നും. പക്ഷെ നീ നിന്നോട് പറയണം പറ്റും 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 പറ്റും. ഈ മുഹമ്മദ് അലിയുടെ ഫൈറ്റ് കണ്ടോ? മുഹമ്മദ് അലി അറിയോ? മുഹമ്മദ് അലി വിജ്ഞാനം ഭയങ്കര കൂടുതലായതുകൊണ്ട് മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവർ ഫൈറ്ററാണ്. മുഹമ്മദ് അലിയുടെ ഫൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഇഷ്ടം പോലെ. മുഹമ്മദ് അലിയുടെ ഫൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. മുഹമ്മദ് അലി എത്ര ഇട്ടികൊണ്ട് ബോക്സറാ, എത്ര ഇട്ടികൊണ്ട് വീണാലും താഴെ എഴുന്നേറ്റ് പറയുന്നവരാണ് പുള്ളി. ഐ എം ദ കിങ് ഐ ക്യാൻ, ഐ എം ദ കിങ് ഐ ക്യാൻ. ഇങ്ങനെ ചാടിയിട്ട് പറയും. ബോക്സർമാരെ എപ്പോഴും ഇടിക്കും കേട്ടാ. ഇങ്ങനെ ചാടിയിട്ട് പറയുന്നവരാണ് ഐ എം ദ കിങ് ഐ ക്യാൻ. നിങ്ങളുടെ ലൈഫിലെ കിങ് ആരാ? ആരാ? നിങ്ങൾക്ക് പറ്റും കേട്ടോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് നീ നിന്റെ സ്നേഹിക്കാൻ തുടങ്ങാം, മുൻപോട്ട് പോകാൻ തുടങ്ങാം. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഫലം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, അച്ഛൻ സമയമില്ലാത്തത് അധികം നീട്ടി വലിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നീ നിന്നെ മാത്രം സ്നേഹിച്ചാൽ പോരാ. ഈശോ പറഞ്ഞ രണ്ടാമത്തെ ആ കോട്ടിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അച്ഛന്ന് വരുമോ? അച്ഛന്ന് വരുമോ? എനിക്കൊരു അപ്പനമ്മേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ അപ്പനമ്മേനൊക്കെയാണ്. ഞാൻ പറയും, നിങ്ങളൊന്ന് ഓർത്ത് നോക്കേ, അച്ഛനോട് നിൽക്കുന്നു. പക്ഷെ അച്ഛൻ നിങ്ങൾ പറയുന്നൊരു കാര്യം അറിയോ? നിങ്ങൾ ഈ ലോകത്ത് ഒത്തിരിയേറെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ അപ്പനമ്മേനെയാണ്. പക്ഷെ ഇഷ്ടമാണോ? അപ്പനെ ഇഷ്ടമാണോ? അമ്മേനെ ഒന്ന് പോടാ, ഒന്ന് അച്ഛന് കുഴപ്പമുണ്ടോ? ഇല്ല, അതവിടെ നിന്നോ ആവട്ടെ. അച്ഛനെ കൊണ്ട് കാര്യം ഉണ്ടാവണ്ട. നിങ്ങൾ ഓർത്ത് നോക്കേ, നമുക്ക് നമ്മുടെ അപ്പനെയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അമ്മേനെ ഇഷ്ടമല്ല. ശരിയല്ലേ? അമ്മേനെ അധികം ഇഷ്ടമില്ല. അമ്മ എപ്പോഴും ഉപദേശിക്കുന്നു. അമ്മ എപ്പോഴും ഒരു കാര്യങ്ങൾ പറയുന്നു. അമ്മ എപ്പോഴും എന്തെങ്കിലും വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഠിക്കി. ഈ സാധനം നഷ്ടപ്പെട്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അമ്മയുടെ വില മനസ്സിലാവണമെങ്കിൽ അമ്മ മരിച്ചൊരു കൊച്ചിനോട് പോയി ചോദിക്കണം. എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടം കേട്ടാ. ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അപ്പനും അമ്മേനെ എനിക്ക് ഏറ്റവും ഇഷ്ടം.
അമ്മേനെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. ഈ ചൊറിയുടെ സ്വഭാവ എപ്പം ഞാൻ വിളിച്ചോണ്ടിരിക്കും. എന്നെ വിളിക്കാതെ ഉള്ളൂ എപ്പോഴും. എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ എന്നോട് പറയണം. അമ്മേനെ ഇഷ്ടപ്പെടാൻ കണ്ടത് പണ്ട് എനിക്ക് അത്രയൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അമ്മയുടെ സ്വഭാവം ഞാനൊരു കാര്യം പറയാം. ഞങ്ങളിങ്ങനെ അച്ഛന്മാരെ ഒരിക്കലേ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ബാച്ചിങ്ങാരുടെ ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് കേട്ടോ. അച്ഛൻ നന്നായിട്ട് അഭിനയിക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഈ നേരത്തെ ഇത് ഞാൻ കേട്ടോ എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്റെ അമ്മ വന്നിട്ട് ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്റെ അമ്മ അന്ന് മീറ്റിങ്ങിലുണ്ട്. അപ്പൊ ഞങ്ങൾ അച്ഛന്മാരുടെ അപ്പനമ്മമാരൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്റെ അമ്മ വന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്തൊരു സാധനമാണത്, വട്ടായ. ഞാൻ ഇതിപ്പോ അമ്മേനെ കണ്ടിട്ടോ. അപ്പൊ ഞാൻ അച്ഛൻ പോകരുത് ഇവിടെ തന്നെ നിന്നോട്ടാ. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറയുന്നുണ്ട് പോവല്ല അവിടെ ഇട്ടത്. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറയുന്നുണ്ട് എന്ത് തമിഴാണ്. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ഇത്രയും വേണ്ടട്ടാ. ഓക്കെ അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മയോട് പറയാം പോകും അഞ്ച് അച്ഛന്മാർ മാത്രം ഫോട്ടോയ്ക്ക് വെച്ചാൽ എത്ര ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൻ അച്ഛൻ കൊണ്ട് പറഞ്ഞു ചെയ്യോ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോയാ. എന്റെ അമ്മയോട് മാറിക്കാൻ പറയാം. എനിക്കൊക്കെ ദേഷ്യമായിട്ട്, കാരണം നമ്മുടെ ബാച്ചുകാരുടെ നാണം കെട്ടേക്കാ. ഒരു അച്ഛന്റെ സെലിബ്രിറ്റി ആയിട്ട് അച്ഛന്റെ നാണം കെട്ടേക്കാ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മയുടെ കൈ പിടിച്ചു ഞാനിങ്ങനെ ഇടിക്കേണ്ട അമ്മ അവസരത്തിൽ അതിന്റെ ഇടപെടാൻ വന്നിട്ടില്ലേ. ഇത് മുഴുവൻ പറയണത് എന്റെ അമ്മ കേട്ടുന്നു. എന്റെ അമ്മ കേട്ടുന്നിട്ട് എന്റെ അമ്മേനോട് പറഞ്ഞ കാര്യങ്ങളെന്ന് അറിയാം. എന്റെ അമ്മ ഇങ്ങനെ കേട്ടുന്നിട്ട് ഇതിങ്ങനെ തല മുമ്പിട്ട് കേട്ടുന്നു. കേട്ടുന്നിട്ട് എന്റെ അമ്മ എന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക. ചെറിയൊരു ചിരി എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞിങ്ങനെ എന്റെ ഈ ലോഹയുടെ സൈഡ് ഇങ്ങനെ പൊക്കിയിട്ട് എന്റെ അമ്മ പറയാ ഇങ്ങനെ. അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എന്റെ അമ്മ പറഞ്ഞ ഇങ്ങനെയാ, മോനെ ചിനു എല്ലാവരുടെയും ലോകം നല്ലതാടാ. ഞങ്ങളുടെ ഇരുന്ന ഉടുപ്പിന്റെ വരെ ലോകം നേട്ടം. മോന്റെ ലോകയിൽ മാത്രമേ ഈ സൈഡിൽ നല്ല ചെളിയാണ്. ചെളി കാണാതിരിക്കാൻ, ആ കറ കാണാതിരിക്കാൻ വേണ്ടി അമ്മ വന്ന് നിന്നാണ്. നിങ്ങൾ ഓർത്തോക്കെ, അമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് ആരുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ്. അമ്മയുള്ളപ്പോൾ അമ്മയുടെ വില അറിയില്ല, അമ്മയെ സ്നേഹിക്കാനും പറ്റില്ല. പക്ഷെ അമ്മയില്ലാത്തപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അമ്മയില്ലാത്ത മക്കളോട് പോയി ചോദിച്ചു നോക്കണം കേട്ടോ. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിന് അറിവുണ്ടാവില്ല കേട്ടോ, പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും പാതി ബോധമില്ലാത്ത സാധനമാണ്. പക്ഷെ അതുണ്ടെങ്കിലോ നിങ്ങളിപ്പോ അച്ഛന് നല്ല കൈകൊടുത്ത് നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. അമ്മയുള്ള ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ അമ്മയുള്ള ഫംഗ്ഷൻ പോകാൻ ഏറ്റവും ഇഷ്ടം. നമ്മളിപ്പോ അച്ഛനായതുകൊണ്ട് എല്ലാവരും വെള്ളം തരുമ്പോ പെട്ടെന്ന് അഴിച്ച് കുടിക്കാൻ പറ്റോ? പറ്റില്ല. വേണ്ട. അമ്മയുള്ള ഫംഗ്ഷന് കല്യാണത്തിനൊക്കെ പോകണം. എന്റെ പൊന്നട കൈ ചെല്ലുമ്പോ തൊട്ട് എന്റെ നോട്ടെത്തുന്ന ദൂരത്ത് വന്ന് അമ്മന്റെ അമ്മ നിൽക്കും. എന്നെ എവിടെ കാണാൻ പറ്റണേ അമ്മ അവിടെ വന്നത് സാരിക്ക് പിടിച്ച് നിൽക്കും. അപ്പൊ ഞാൻ ചെന്നുണ്ടാവുള്ളൂ കേട്ടോ. ചെന്ന വഴിക്ക് ചെന്നിങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് അമ്മയുടെ പറഞ്ഞിട്ട് എന്റെ അടുത്തൊന്നും വരരുന്നത്. അപ്പൊ അമ്മ കണ്ടടിക്കും. അപ്പൊ ഞാൻ കണ്ടില്ല. കുറച്ചു നേരം കഴിയുമ്പോ ആ സാരിയുടെ തുമ്പിൽ വെച്ചിട്ട് എന്റെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. ആ കൺസേണൊന്നും ആ പരിഗണനയൊന്നും ഈ ലോകത്ത് ആരും ചെയ്യില്ല അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അമ്മയാണ്. ഞാൻ പോണം, ഇതാണ് അമ്മ. പക്ഷെ നമുക്കതിന് വിലയിലാണ്. ഇപ്പൊ അപ്പനെ ഇഷ്ടമാണോ? അപ്പനെ ഒട്ടും വിലയില്ലാത്തല്ലേ. എനിക്കെന്റെ അപ്പനോട് അച്ഛനാവണ വരെ ഒടുക്കത്തെ ദേഷ്യം കേട്ടോ. ഈ വെട്ടുപോത്തിന്റെ സ്വഭാവം എന്റെ അപ്പന്.
വെട്ടുമൊത്തെന്ന് പറഞ്ഞാൽ മിണ്ടില്ല. എന്തെങ്കിലും ചോദിച്ചാ പോ. അതാണ് എന്റെ അപ്പൻ. അമ്മ തിരിച്ചാ അള്ളിപ്പിടിച്ച് വർത്തമാനം പറയും. പക്ഷെ അപ്പൻ തിരിച്ചാ അപ്പൻ ഒന്നും മിണ്ടില്ല. അപ്പൻ എന്തെങ്കിലും ചോദിച്ചാ ഇല്ലടാ എന്തേ. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, അപ്പ ഞാൻ നാളെ ചോദിച്ചു അപ്പ എന്നോട് അപ്പൻ ചോദിക്കാ അതിന് ഞാനൊക്കെ കിട്ടേണ്ടേ. ഇതാണ് എന്റെ അപ്പൻ. ഇതുപോലത്തെ സ്വഭാവമാണ് എന്റെ. കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പൊട്ടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഓർക്കണം, എന്റെ അപ്പനില്ല. ഞാൻ ഈ തിരുപ്പട്ടം കഴിഞ്ഞിട്ട് ഞാൻ അത്രയും നാൾ വരെ എന്റെ അപ്പനോട് എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടാവുന്നില്ല. തിരുപ്പട്ടം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾക്ക് ഈ അച്ഛൻപട്ടം കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വന്ന് ഉമ്മയൊക്കെ തരും. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഉമ്മ അവിടെ മാത്രമേ. ഞങ്ങൾ ഈ ഞാൻ കല്യാണം കഴിക്കില്ല കേട്ടോ. കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആകെ കിട്ടിയ ഉമ്മ അന്നാണ്. ഞാൻ വാങ്ങി ചെലവ് ഉമ്മയ്ക്ക് വേണ്ട സന്തോഷമായി. ഞാൻ എന്റെ കൈയ്യൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാവരും നമ്മളൊന്ന് തൊട്ട് കുത്തും. അവസാനത്തെ കുത്താ കോട്ടെ. ഈ മുത്ത് കഴിഞ്ഞിട്ട് രാത്രി രംഗമുണ്ട്. അപ്പൊ ഞാൻ ലോകിയൊന്നും മാറേണ്ടി ഉടുപ്പൊന്നും മാറാണ്ട് രാത്രി 11 വരെ ഇതിങ്ങനെ നിൽക്കാട്ടാ വീട്ടിനകത്തുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ ഈ അച്ഛനാകുന്ന പ്രതീക്ഷയില്ലാണ്ട് അച്ഛനായ സാധനമായിക്കൊണ്ട് എല്ലാവരും ആഗ്രഹം ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കാം. അപ്പൊ എല്ലാവരും വന്നിട്ട് തന്നെ പറയുന്നുണ്ട്, ജിനുവേ നിന്നെ കാണാൻ എന്തൊരു ഭംഗി. കൊള്ളാം, താങ്ക് യു. ഉമ്മരു ജിനു സൂപ്പറാണ്. ആ താങ്ക് യു. കുറേ കേട്ട് ഞാനിങ്ങനെ എന്റെ വീട്ടിലെ കസരിപ്പിരിക്കുക. അപ്പൊ എന്നെ തന്നപ്പടി എന്റെ അപ്പൻ നമുക്ക് തന്നാക്കി വിളിക്കട്ടെ. ഞാൻ കളിയാക്കി വിളിക്കട്ടെ. എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്റെ കുഴപ്പം ഞാൻ വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോവാ. എന്റെ അല്ല ഞാൻ വിളിക്കുന്നു. അപ്പൊ ഇതിന് നടന്നുപോയി. പുള്ളി നോക്കിയിട്ടാ ഇഷ്ടപ്പെട്ടിട്ടില്ല. മുതലിന് 1ാമത്തെ പ്രാവശ്യം പോയി, 2ാമത്തെ പ്രാവശ്യം പോയി, 3ാമത്തെ പ്രാവശ്യം വന്നപ്പോ ഞാനിങ്ങനെ മുത്തനോട് ഒത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി എടുത്തു പിടിക്കുക. ഞാൻ വിചാരിച്ച ദൈവമേ അന്ന് തൊട്ട് എന്റെ അപ്പൻ എന്റെ അച്ഛാന്ന് വിളിക്കുന്ന. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ അപ്പ അച്ഛൻ കൊച്ചൻ. ഞാൻ പറഞ്ഞു പൊന്നപ്പ ഞാൻ കടന്നോളില്ലേ. പുള്ളിനോട് ഇതുവരെ വർത്താനം പറയാൻ പറ്റില്ല. എതിർത്ത് പറയും പോയി കിടന്നോളണം. ഞാൻ പറഞ്ഞു എന്റെ അപ്പച്ച എനിക്ക് 10-25 വയസ്സായി. എനിക്കറിയാമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞ കേൾക്കും. പോയി കിടന്നോളണം. നമ്മൾ ഓർക്കണം നമ്മളെ ചുറ്റിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ആണം കേട്ടേക്കാം. എനിക്കൊരു ദേഷ്യം വരുന്നത്. നമ്മൾ ദേഷ്യം വരുന്നത് പോലില്ല. പോവാ പോണ വഴിക്ക് പെണ്ണന്റെ കൊച്ചും കൂടി പിന്നാലെ വന്നേക്കാ. കുഞ്ഞിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവനോടും പറഞ്ഞു മീൻ പോലെ കൊണ്ടോടാ. ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നേക്കാം. ഉറങ്ങുന്ന സമയത്ത് വാതിൽ ചാരിക്കോളൂ. കാരണം രാവിലെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ ബലിയുണ്ട്. ബലിയർപ്പിക്കാൻ പോകണം എല്ലാ ദിവസവും രാവിലെ. അപ്പൊ എന്റെ അപ്പം പറഞ്ഞു നീ കിടന്നുറങ്ങിയാലും രാവിലെ എഴുന്നിട്ട് പള്ളി പോകാൻ പറ്റുള്ളൂ. പോയി കിടന്നു. പിറ്റേ ദിവസം അപ്പൊ ഞങ്ങൾ വാതിൽ ചാടിയേക്ക. ഞാൻ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കൊന്നും വന്നിട്ടില്ല. ഞാൻ നോക്കുമ്പോ എന്റെ വാതിൽ തുറന്ന് ഒരാളകത്ത് വരിക. നോക്കി കഴിഞ്ഞപ്പോ എന്റെ അപ്പനാ. അപ്പൊ ഞാൻ എന്റെ അപ്പനെ അപ്പ പുള്ളി നീ ഉറങ്ങിയില്ല. പോയി ഇങ്ങനെ പറയണേ ദേഷ്യം പോയി പാലടിച്ചിട്ട് പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും വന്നത് മുതല്. ഞാൻ ഇതിന് എന്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടോ. ഞാൻ കൈ നോക്കാനും പോയില്ല. എന്നെ കിടക്കാൻ വെറുതെ എന്തെങ്കിലും വഴക്കൊക്കെ കേൾക്കണേ. ഞാൻ കൈ നോക്കാണ്ട് ഇങ്ങനെ തന്നെ കിടക്കാം. ഈ പുള്ളി ഈ പൂച്ച കാണുന്ന പോലെ 19 വയസ്സുള്ള കാരണവര് കാണിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ പൊന്തി വന്ന് ഞാനിങ്ങനെ കിടക്കണ സമയത്ത് എന്റെ തല. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ഞാൻ ചിരിക്കണുണ്ട്. അപ്പം ഉറങ്ങില്ല. ഉറക്കം വെച്ചു നോക്കാ. ഞാൻ പറഞ്ഞു ഉറങ്ങടാ. പോയി തങ്ങളുടെ ഒക്കെ ഉറങ്ങിട്ടപ്പോഴേക്കും പോയി 10 മിനിറ്റ് പിന്നെ വന്നേക്കാം. ഞാൻ വിചാരിച്ച എന്റെ കർത്താവ് വെറുതെ എന്തെങ്കിലും വഴിക്കൊക്കെ കേൾക്കണേ. കണ്ണടച്ചേക്കാം. ഞാൻ കണ്ണടച്ച് കിടക്കാട്ടോ. ഈ മുതല് പണ്ട് കിടന്ന പോലെ പൂച്ച കിടന്ന പോലെ വര ഈ 55 വയസ്സുള്ള കാരണവര് ഇങ്ങനെ പൊത്തി വന്നിട്ട് ഞാൻ നോക്കുമ്പോ കണ്ണടിച്ചിട്ടുണ്ട്. പുള്ളി എന്താ ആദ്യം ചെയ്യുന്നറിയോ? പുള്ളിയുടെ കൈ എടുത്ത് എന്റെ മൂക്കത്ത് വെച്ച് നോക്കി. ചക്കൊന്നെ അറിയാൻ ശ്വാസമൊക്കെ വരുന്നുണ്ട്. അടുത്ത ചെയ്ത കാര്യമാണ് ചങ്കുകൊണ്ടേ. നമ്മൾ ഈ ഓർമ്മ നമ്മുടെ വയറ് പൊന്തിന്നാണ് ചെയ്യും അല്ലേ? ഞാൻ നോക്കുമ്പോ എന്റെ അപ്പച്ചൻ എന്റെ ഷർട്ട് നോക്കി നോക്കുന്നു. ഞാൻ വെച്ച് എന്തൊരു കാരണവരാണ്.
രാത്രി 11-12 മണിക്ക് സ്വന്തം കൊച്ചിന്റെ വയറ് കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ പുള്ളി പോയി. ഞാൻ വിളിച്ചു അപ്പോഴെന്തിനാ ഇടയ്ക്കിടയ്ക്ക് വന്നേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെയും വന്നേക്കാം. ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രാവശ്യം നീ വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ കൂർക്കം വലിച്ച് കാണിക്കുക. ഞാനിങ്ങനെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന്. അന്നാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ സ്നേഹിക്കാൻ തുടങ്ങണേ കേട്ടാ. ഞാൻ കിടക്കണ കട്ടിലുമ്പോ എൻ്റെ അപ്പം വന്നിരുന്ന് ഇങ്ങനെ നോക്കി ഞാൻ കൂർക്കം വലിക്കുക. അപ്പന് മനസ്സിലായി ഞാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന്. എൻ്റെ അടുത്തിരുന്ന് എൻ്റെ അപ്പൻ അങ്ങനെ അപ്പൻ ഇരിക്കാറില്ല. എൻ്റെ അടുത്തിരുന്നു. അടുത്തിരുന്നിട്ട് എൻ്റെ തലയെടുത്തിട്ട് അപ്പൻ്റെ ഈ വലത്തേക്കാലിൽ വെച്ചു. പെങ്ങളുടെ കൊച്ചിന്റെ തലയെടുത്തിട്ട് ഇടത്തേക്കാലിൽ വെച്ചു. എൻ്റെ അപ്പൻ്റെ വലത്തേക്കാലിന്റെ തല വെച്ചിട്ട് എൻ്റെ അപ്പൻ എന്തെങ്കിലും തലയിൽ കൂടെ തലോടി കൊണ്ട് പറഞ്ഞ എനിക്കൊരു ഉമ്മ തന്നു. എൻ്റെ അപ്പൻ എനിക്കത് എൻ്റെ അപ്പൻ തന്നിട്ടുള്ള ഏക ഉമ്മയാണ്. ഒരു ഉമ്മ തന്നു ഇവിടെ വെച്ച്. ഒരു ഉമ്മ എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ജിനുവേ, അപ്പനെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അപ്പനെ സ്നേഹിക്കാനൊന്നും അറിയില്ല. അപ്പനോട് നീ ക്ഷമിച്ചേ. പുള്ളി ഇങ്ങനെ അള്ളിപ്പിടിച്ചിട്ട് കരയന്നെ. ഈ 19-55 വയസ്സ് വരെ വെട്ടുപോത്തിന്റെ സ്വഭാവം എന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണ് ഞാൻ. എൻ്റെ അപ്പനെ സ്നേഹിക്കണം എന്നറിയാൻ പാടുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും, പക്ഷെ ഉള്ളു നിറയാൻ മക്കൾ നന്നാവണം എന്നുള്ള ആഗ്രഹമാണ്. ഈ ഉമ്മ തന്ന് കെട്ടിപ്പിടിച്ച് തലോടി കഴിഞ്ഞപ്പോൾ അത് എഴുന്നേറ്റ് പോയി. ഞാൻ വിചാരിച്ചു സ്നേഹനിധിയായ അപ്പൻ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. രാവിലെ 5:30 മണിക്ക് കുട്ടിയേക്കാം. പിന്നെ എൻ്റെ അപ്പൻ ഇതാണ് എൻ്റെ അപ്പൻ. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെയൊക്കെ അപ്പനും അമ്മയും ഒക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ അവർ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അവരുടെ വില മനസ്സിലാവുള്ളൂ. പക്ഷെ ഈ പ്രായത്തിൽ അവരെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് പറ്റൂല. വഴക്ക് കൂടണ്ടാവുന്നല്ല അച്ഛൻ പറഞ്ഞു. വഴക്ക് കൂടിക്കോ, ദേഷ്യപ്പെട്ടോ, പക്ഷെ ഓർക്കണം, നിന്നെ പ്രതി നിന്റെ അപ്പനും അമ്മയും കരയാൻ ഇടവരരുത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിന്നെ പ്രതി നിന്റെ അപ്പനും അമ്മയും കരയരുത് ഒരിക്കലും. ഇങ്ങനൊരു മകളെ പെറ്റുപോയല്ലോ എന്ന് ചിന്തിച്ച് ഒരു അമ്മയും കരയേണ്ടി വരരുത്. ഇങ്ങനൊരു മകനെയാണല്ലോ ഞാൻ വളർത്തിയത് എന്ന് പറയാൻ ഒരപ്പനും അവസരം കൊടുക്കരുത്. എന്നാൽ നിന്റെ ജീവിതത്തിൽ സക്സസ് ആയി. നിങ്ങൾ ഓർത്തോക്കെ, നിങ്ങളെ സ്നേഹിച്ചവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പോരാ, നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി മനസ്സിലാക്കാൻ പഠിക്കണം. നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി ചേർത്ത് പിടിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയും, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പറ്റിക്കാൻ വേണ്ടി സ്നേഹിക്കരുത് മക്കളെ ഒരിക്കലും. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ഒത്തിരി ജീവിതങ്ങളുടെ മുറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ മുറിവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മുറിവാട്ടാണ്. സ്നേഹത്തിന്റെ മുറിവ് വളരെ വലിയൊരു മുറിവാണ്. വേറെ എന്തിനും നമുക്ക് മനുഷ്യരെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. എത്ര ആണെന്ന് പറയാം എന്റെ മുമ്പിൽ നിന്ന് കരങ്ങിറങ്ങി പോയിക്കണം. സ്നേഹത്തിന്റെ പേരിൽ മുറിഞ്ഞിക്കണവരാ, പറ്റിക്കപ്പെട്ടവര് ഇഷ്ടം പോലെ. ഇതിന്റെ സമൂഹത്തിലുണ്ട് ഇഷ്ടം പോലെ പറ്റിക്കപ്പെട്ടവര്. എത്ര തെരുപ്പ് കിട്ടിയിട്ടാണ് പലതിരിക്കണവിടെ. 2-3 കഴിഞ്ഞ ദിവസം ഒരുത്തനെ കണ്ടു, കൗൺസിലിംഗ് വന്നേക്കാ. അവസാനം ഞാൻ ചോദിച്ചത് എത്രാമത്തെയാടാ? 4-മത്തെയാ. 4-മത്തെ തെരുപ്പിട്ടിട്ടിരിക്കാൻ മുതല്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, സ്നേഹത്തിന്റെ പേരിൽ ഒരിക്കലും ഒരാളെയും നിങ്ങൾ പറ്റിക്കരുത്. ആ മുറി ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നെ വിളിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അച്ഛാ എങ്ങനെയാ അച്ഛ ഒരാളെ മറക്കുക? അച്ഛ എങ്ങനെയാ അച്ഛ ഒരാളെ പൊറുക്കുക? അച്ഛ എങ്ങനെയാ അച്ഛ ഒരാളുടെ ഓർമ്മ മനസ്സിൽ നിന്ന് കളയുക? പറ്റില്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും നടക്കാത്തൊരു കാര്യമാണ്. ഓർമ്മയുണ്ടാവും. നിങ്ങൾ ഓർത്തൊക്കെ, നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ 10 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ, 8 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ, 3 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ, 2 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു 2 മാസം കൊണ്ട് ഒരാളുടെ ഓർമ്മ നിങ്ങൾക്ക് കളയാൻ പറ്റുമോ? അത്രയും ആഴ്ന്ന് പിടിച്ചൊരു സംഭവം അത്. അതുകൊണ്ട് സ്നേഹം തന്നെ പറ്റിക്കാൻ വേണ്ടി ഒരാളെയും നിങ്ങൾ സ്നേഹിക്കാൻ പോകരുത്. പറ്റിക്കാൻ വേണ്ടി ഒരാളെയും സ്നേഹം നടിക്കരുത്. ചിലർക്ക് തമാശയത്, ചിലർക്ക് ജീവിതം. അച്ഛൻ പറയുന്ന കാര്യം മനസ്സിലുണ്ടായിക്കൊള്ളാം. ചിലർക്ക് ജീവിതം, ചിലർക്ക് തമാശയാ. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഞാൻ പറയും, സ്നേഹിക്കാൻ പോകരുത്. അത് തെറ്റായ തീരുമാനമായിരിക്കും. ഈ പ്രായത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പലതും തെറ്റായി പോകാം. അതുകൊണ്ട് അച്ഛൻ പറയും, സ്നേഹിക്കേണ്ട പ്രായമല്ല ഇത്. ഒരു പ്രായമാകട്ടെ, ഒരു ജോലിയാകട്ടെ, അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റിക്കട്ടെ. അപ്പൊ നിന്റെ അപ്പനും അമ്മയും നിന്റെ കൂടെ നിന്നിട്ട് പറയും, നീ ഇഷ്ടപ്പെട്ടോ, കുഴപ്പമില്ല എന്ന് പറയും. ആ പ്രായത്തിൽ സ്നേഹിക്കാൻ നടന്നാൽ മതി. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക. അച്ഛൻ നിർത്താ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം.
മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. കാരണം എന്നറിയോ, നമ്മൾ ഒരിക്കലും പറ്റിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരേ ഒരാളുള്ളൂ. ആരാ? ദൈവം. എന്നോട് പലരും ചോദിക്കും, അച്ഛൻ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണേന്ന്. ഞാൻ പറയും, എന്റെ ദൈവം ഉണ്ടടാ കൂടെ, എന്റെ ദൈവം ഉണ്ട് കൂടെ. വേറെ ഒരാളുടെ പേര് ഞാൻ പറയില്ല. കാരണം എല്ലാവരും നമ്മൾ പറ്റിച്ചിറങ്ങി പോവാം. മനുഷ്യൻ പറ്റിക്കും, മനുഷ്യൻ വേദനിപ്പിക്കും, മനുഷ്യൻ സങ്കടങ്ങൾ തരും. പക്ഷെ ദൈവം പറ്റിക്കോ? ഇല്ല. ചേർത്ത് പിടിച്ചാടില്ല, കൂടെ നിൽക്കും ദൈവം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ദൈവത്തെ സ്നേഹിച്ചോക്ക്, ദൈവത്തെ ചേർത്ത് പിടിച്ചോക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് കാണുമ്പോ നിന്റെ കൂടെയുള്ളവർ നീ പൊട്ടനാന്ന് പറയും. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോ നിന്റെ കൂടെയുള്ളവർ നിന്നെ പരിഹസിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുമ്പോ നിന്റെ അപ്പനും അമ്മയും പറയും, നിന്റെ മോനല്ല മോളല്ല എന്ന് പറയും. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ തന്നെ നിന്നെ തള്ളി പുറത്താക്കും നിന്റെ ജീവിതത്തിൽ നിന്ന്. അപ്പോഴൊക്കെ നിന്നെ എങ്ങനെ ഓരോരുത്തരെയും ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് തമ്പുരാൻ പറയും, പൊന്നുമോനെ നീ എന്റേതാ. അതുപോലെ സ്നേഹിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹം തന്നെയാണ് എന്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കണം. ദൈവമുണ്ട് കൂട്ടിന്. 3 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, നീ ആദ്യം നിന്നെ സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, നീ നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കണം. ഏറ്റവും ആദ്യം സ്നേഹിക്കുന്നത് ആരെ? മാതാപിതാക്കളെ. അതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞു, പറ്റിക്കാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കണം. ഒരു കാര്യം കൂടി പറയാം, സോഷ്യൽ മീഡിയ ഒന്ന് സൂക്ഷിക്കണം ഈ പ്രായത്തില്. അച്ഛൻ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഏകദേശം ഒരു 8-9 ലക്ഷം ഫോളോവേഴ്സ് ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു 30 സെക്കൻഡ് വീഡിയോ എല്ലാ ദിവസവും ഞാനൊരു 30,000 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ 30,000 പേര് പലർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്നോട് പറയാൻ എനിക്ക് വലിയ ബോധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എന്നെ വരാൻ കാരണം എനിക്ക് വലിയ പഠിപ്പില്ല, വലിയ ബോധമില്ല. ശിവസാറൊക്കെ നല്ല ബോധമുള്ള മനുഷ്യനാണ്, പഠിപ്പുണ്ട് അതിന്. എനിക്ക് അതൊന്നും ഇല്ലാത്ത ടീമാണ്. പക്ഷെ എന്നെ വരാൻ കാരണം ഞാൻ സോഷ്യൽ മീഡിയ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഏതൊക്കെ ഉണ്ടോ അതൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് തന്നെയോ, നിന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം നീ സൂക്ഷിക്കണം. അതിന് കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങള് ഏറ്റവും കൂടുതൽ നശിക്കാൻ പോകുന്നത് അതിലൂടെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കയറി റീൽസ് ഇല്ല. റീൽസ് നിങ്ങൾ ഓർത്തോക്കെ തൊട്ടുടങ്ങിയ സമയം പോണെന്ന് അറിയണ്ട. ഇല്ല, അറിയണില്ല. ഏറ്റവും വലിയ പ്രശ്നം ജീവിതം ഏറ്റവും വലിയ. നിങ്ങൾ ഓർത്തോക്കെ റീൽസ് കയറി സമയമായി ഈ സാമ്യം അടച്ചിട്ട് ഇപ്പൊ മറ്റൊരു സ്ഥലം ആ പാട്ടില്ലേ, വേറെ ഒരു ട്രെൻഡിങ് ആണ്. ബുള്ളറ്റ് വണ്ടിക്ക് ഇതൊക്കെ കളിച്ചിട്ട് എന്നിട്ട് കിട്ടണേ. ഇതൊക്കെ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്തും മെച്ചമായി. ഈ പ്രോജക്റ്റ് വീഡിയോ ഇട്ട് അവർക്ക് കാശ് കിട്ടും, സെമിസ്ട്രികൾക്ക് വീഡിയോ ഇട്ട് അവർക്ക് കാശ് കിട്ടും. നിങ്ങൾ അവരുടെ നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്തോ കേട്ടോ. ഇല്ലാന്ന് വെച്ചാൽ പറയാം. എൻഫോർത്തൊക്കെ വീഡിയോ ഇട്ട് അവർക്ക് കാശ് കിട്ടും. ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാവും. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. നീ നിന്നെ ഇൻവെസ്റ്റ് ചെയ്യും, നീ നിന്നെ സ്നേഹിക്കി, നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കി. മറ്റു സ്നേഹങ്ങളുടെ പിന്നാലെ പോകാതെ നിന്റെ അപ്പനും അമ്മയ്ക്ക് വില കൊടുക്ക്. അപ്പൊ നിന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. അങ്ങനെയുള്ള നിന്റെ ജീവിതത്തില് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. അച്ഛൻ നിർത്തുക. എന്റെ മക്കളെ, നിങ്ങളെ കാണാൻ കിട്ടിയതില് വലിയൊരു സന്തോഷം. ഒത്തിരി അനുഗ്രഹമുള്ള ഒരു നല്ല പിള്ളേരാണ് കേട്ടോ നിങ്ങൾ. ഇത്രയും പേരെ നിങ്ങൾ ഇരുന്നൂലെന്നാല് സമ്മതിക്കണോട്ടോ. എന്തോരം വിസറിയാന്ന് ഇവിടെ ഈ ചൂടത്തിരിക്കുന്നില്ല. നിങ്ങൾ സമ്മതിക്കണം. നല്ലൊരു കൈ കൊടുത്തേ. കേട്ടോ, ഇത്രയും ചൂടത്തും ഇതുപോലത്തും വേണ്ട. എന്നെ പോലെയുള്ള പൊട്ടന്മാരുടെ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നു. നല്ല പ്രബുദ്ധരായ പ്രസംഗം നിങ്ങൾ കേട്ടു കേട്ടോ. പക്ഷെ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ടും ഒരു ലെവലേശം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി. ഇനി ഒത്തിരി സ്നേഹത്തോടെ നിന്റെ സഭയോട് കൂടെ നിൽക്കണം. CSI സഭയോട് കൂടെ നിൽക്കണം.
അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവരുടെ കരകൾക്കാം. ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം അച്ഛൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടിരുന്ന അച്ഛന്മാർക്കും ആരൊക്കെയാണ് ശിഷ്ടിച്ചത് അവരൊക്കെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. എന്നെ വിളിച്ചവർക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരക്ക് പോകാറുണ്ട് തിരുവനന്തപുരത്ത് പല ധ്യാനങ്ങൾക്ക് ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട്. എന്നെ വിളിച്ചതിന്, ഇത്രയും വലിയൊരു സദസ്സിനെ കിട്ടിയതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി.